ഞാൻ അതേ ചെയ്തുള്ളൂ, അത് മാത്രമേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാര്. രേവതി കിലുക്കം എന്ന മൂവിയില് മോഹൻലാലോട് പറയുന്ന ഡയലോഗാണ്. പക്ഷെ ഇവിടെ ഹെൽമെറ്റിന്റെ ചൂട് കൊണ്ട് തല വിയർത്ത ഞാൻ ഹെൽമെറ്റ് ഒന്ന് ഊരി വിയർപ്പ് തുള്ളികൾ ഒന്ന് തുടച്ചു. അത് അവര് കണ്ടു. ഒരു ട്രാഫിക് വുമൻ വാർഡൻ തീർന്നു. ഒരൊറ്റ ക്ലിക്ക് 500 രൂപ അവിടെ തെറിച്ചു. തല പോയാലും തല വിയർത്താലും നിയമം നിയമം തന്നെ. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാനോ മാറ്റാനോ അല്ല. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും കൊതുകിന് കൗതുകം ചോര തന്നെ. ഇവിടെയും അത് തന്നെ. കാശ് മതി ജനത്തെ പിഴിയാൻ കാത്തിരിക്കുകയാണ്. കുറുക്കൻ കോഴിയെ പിടികൂടുന്നത് പോലെ. ഞാനാകെ വണ്ടടിച്ചു പോയി. വീട്ടിൽ നിന്നൊരല്പ ദൂരം, ഒന്ന് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ NH-ലേക്ക്. അപ്പൊ NH-ൽ ചെന്ന് ഒന്ന് ക്രോസ് ചെയ്യണം. ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകാനായിരുന്നു. പക്ഷേ ഞാൻ വണ്ടി എടുത്തു. അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും. അപ്പോ ആ വണ്ടി ഒന്ന് ചെന്ന് ക്രോസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്താണ് ഞാൻ ക്രോസ് ചെയ്തത്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിന്റെ മുൻപിലെത്തി. ഹെൽമെറ്റ് ഒന്ന് ഊരി ഞാൻ വിയർപ്പ് തുടച്ചു. മെഡിക്കൽ ഷോപ്പിലേക്ക് കയറിയപ്പോൾ ദേ കിടക്കുന്നു എന്റെ ഫോണിൽ ഒരു മെസ്സേജ്. വേണമെങ്കിൽ എനിക്ക് റോങ് സൈഡ് പോകാം, അതല്ല നേരെ പോകുവാണെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യാൻ ഒരല്പം അങ്ങോട്ട് പോകണം. പക്ഷെ വണ്ടികളെല്ലാം പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ഭയങ്കര ബ്ലോക്കാ. എന്നാലും സാരമില്ല, നിയമം തെറ്റിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ വണ്ടികളുടെ പുറകെ പോയി ഒന്ന് ക്രോസ് ചെയ്തു. വണ്ടി കൊണ്ടുവന്ന് മെഡിക്കൽ ഷോപ്പിന്റെ മുൻപിൽ നിർത്തി. അവിടെ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് ഒന്ന് ഊരി വെച്ച് വിയർപ്പൊക്കെ തുടച്ച ശേഷം മെഡിക്കൽ ഷോപ്പിലേക്ക് കയറിയപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ്. ഞാൻ മെഡിക്കൽ ഷോപ്പിലെത്തി. ഫോണിൽ ഒരു മെസ്സേജ്. ഞാനൊന്ന് നോക്കിയപ്പോ പരിവാഹന്റെ മെസ്സേജ്. ചെല്ലാൻ അടയ്ക്കാൻ, അതായത് ഞാൻ നിയമം തെറ്റിച്ചതിനെതിരായിട്ട് വന്നിരിക്കുന്ന മെസ്സേജാണ്. ഞാൻ ഓർത്തു ഞാൻ കറക്റ്റ് റോഡേ കൂടിയാണല്ലോ, റോങ് സൈഡ് വന്നിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് എന്തായിരിക്കും. പിന്നെ ആ ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും, ഒരു ലിങ്ക് ഉണ്ട്, ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വാട്സാപ്പിൽ വന്നു. ഞാൻ 2 കാലും നിലത്ത് കുത്തി സ്റ്റാൻഡ് ഇട്ട് നിൽക്കുന്നു. എന്റെ തലയിൽ ആ സമയത്ത് ഹെൽമെറ്റ് ഇല്ല. അത്രേ ഉള്ളൂ. ആ ഹെൽമെറ്റ് ഞാൻ താഴെ വെച്ചതൊന്നും അവർ കണ്ടിട്ടില്ല. ഞാൻ താഴെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കുകയല്ല. അപ്പൊ അതാണ് നമ്മുടെ നിയമം. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. ജനങ്ങൾ ബ്ലോക്ക് കൊണ്ട് പൊറുതി മുട്ടുകയാണ്. 3 വർഷമായി ഇപ്പോഴും ഒച്ചിഴയുന്ന പോലെയുള്ള മെല്ലെപ്പോക്ക് പണികളാണ്. ഒന്നും തീരുന്നില്ല. എവിടെയും പാച്ച് വർക്ക്. റോഡാണെങ്കിലോ അരൂർ ക്ഷേത്രം ജംഗ്ഷൻ മുതൽ പാലം വരെ കുണ്ടും കുഴിയും. അവിടെ നിയമങ്ങളില്ല, നിയമപാലകരുമില്ല. ചെറിയ ചെറിയ അപകടങ്ങൾ നിത്യ സംഭവമാണ്. അതാരും അറിയാതെ പോവാം. 2 കാറും ബൈക്കും ഇടിച്ചു തകർന്നത് കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ദിവസം റോഡിന് വീതി കൂട്ടാതെ മണ്ണും കല്ലുകളും മാത്രമായിട്ട് തീർന്ന അരൂർ പള്ളിയുടെ മുൻപിലെ ബസ് സ്റ്റോപ്പില് ഒരു KSRTC ആലുവ ബസ്, അതിനെ മറികടന്ന അമൃത ഫാസ്റ്റ് ബസ്, അതിനിടയിൽ ഞെരിഞ്ഞമർന്നത് ഒരു ബൈക്ക്. പത്രങ്ങളിലും മീഡിയകളിലും ഫോട്ടോകളും വാർത്തകളും വന്നു. ഒരു 60ഓളം വയസ്സുള്ള അമ്മച്ചിയും കുടമകനും. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ചെറിയ പരിക്കുകളോട് രക്ഷപ്പെട്ടു. പക്ഷെ ബൈക്ക് തകർന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഡെമോക്രസിന്റെ വാള് പോലെ അപകടം മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. ഭയത്തോടെയാണ് ജനം മുന്നോട്ട് പോകുന്നത്. 2026 ഫെബ്രുവരിയിൽ വാഹനങ്ങൾ ഓടിക്കുമെന്ന് വാഗ്ദാനം ഇപ്പോഴും പാഴ്വാക്കായി തുടരുന്നു. അവരുടെ വർക്കുകൾ ഈ നിലയ്ക്ക് പോയാൽ ഇനിയും 2 വർഷങ്ങൾ എടുക്കുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ജോലിക്കാർ താമസിച്ചിരുന്ന വലിയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചെടുക്കുന്ന കണ്ടായിരുന്നു. ഒത്തിരി ചെറിയ ചെറിയ വീടുകളായിരുന്നു. ആ കോമ്പൗണ്ടിലെല്ലാം അതെല്ലാം കട്ടയും പടവും മടക്കി 100% വർക്കേഴ്സും മടങ്ങിക്കാണും. ഈ 10% ഇവരായിരിക്കും ഇനി പണി തീർക്കേണ്ടത് എന്നാണ് തോന്നുന്നത്.
110 KVA ടവർ ക്രോസിംഗ് താൽക്കാലിക ടവർ പണി തുടങ്ങി. ഇനി അത് കഴിഞ്ഞ് പണി തീർക്കുന്ന പ്രതീക്ഷിക്കാം. എന്തോ ഒരുപക്ഷെ തീരുമായിരിക്കാം. എങ്ങനെയാകുമെന്ന് ദൈവത്തിനറിയാം. 100ലധികം പേരുടെ ജീവനുകൾ മുകളിലൂടെയാണ് ഈ എലിവേറ്റഡ് ഹൈവേ പോകുന്നത്. ബ്ലോക്കും റോഡിന്റെ ശോചനീയാവസ്ഥകളാലും ഇന്ധനവും സ്പെയർ പാർട്ടുകളും മെയിൻ്റനൻസുകളും കാരണം കോടികളാണ് മലയാളികളുടെ നഷ്ടമായത്. 13.31 കിലോമീറ്ററോളം ദീർഘിപ്പിച്ച എലിവേറ്റഡ് ഹൈവേ 1668.5 കോടി രൂപ, അതായത് പിന്നീട് 2200 കോടിയാണ്. നമ്മുടെ നഷ്ടങ്ങളും കൂടി കൂട്ടുമ്പോൾ ഒരുപക്ഷെ ഇരട്ടിയാവും. ഓരോ പുരോഗമനത്തിനും പരിഷ്കാരങ്ങൾക്കും നമ്മൾ ജീവനും ജീവിതവും, അതായത് മാനവശേഷിയും സാമ്പത്തികമായും. ഞാൻ മെഡിക്കൽ ഷോപ്പിലെത്തി. ഫോണിൽ ഒരു മെസ്സേജ്. ഞാനൊന്ന് നോക്കിയപ്പോ പരിവാഹന്റെ മെസ്സേജ്. ചെല്ലാൻ അടയ്ക്കാൻ, അതായത് ഞാൻ നിയമം തെറ്റിച്ചതിനെതിരായിട്ട് വന്നിരിക്കുന്ന മെസ്സേജാണ്. ഞാൻ ഓർത്തു, ഞാൻ കറക്റ്റ് റോഡിൽ കൂടിയാണല്ലോ, റോങ് സൈഡ് വന്നിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ്? അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് എന്തായിരിക്കും. പിന്നെ ആ ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും, ഒരു ലിങ്ക് ഉണ്ട്, ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വാട്സാപ്പിൽ വന്നു. ഞാൻ 2 കാലും നിലത്ത് കുത്തി സ്റ്റാൻഡ് ഇട്ട് നിൽക്കുന്നു. എൻ്റെ തലയിൽ ആ സമയത്ത് ഹെൽമെറ്റ് ഇല്ല. അത്രേ ഉള്ളൂ. ആ ഹെൽമെറ്റ് ഞാൻ താഴെ വെച്ചതൊന്നും അവർ കണ്ടിട്ടില്ല. ഞാൻ താഴെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കുകയല്ല. അപ്പൊ അതാണ് നമ്മുടെ നിയമം. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. ജനങ്ങൾ ബ്ലോക്ക് കൊണ്ട് പൊറുതി മുട്ടുകയാണ്. 3 വർഷമായി ഇപ്പോഴും ഒച്ചിഴയുന്ന പോലെയുള്ള മെല്ലെപ്പോക്ക് പണികളാണ്. ഒന്നും തീരുന്നില്ല. എവിടെയും പാച്ച് വർക്ക്. റോഡാണെങ്കിലോ അരൂർ ക്ഷേത്രം ജംഗ്ഷൻ മുതൽ പാലം വരെ കുണ്ടും കുഴിയും. അവിടെ നിയമങ്ങളില്ല, നിയമപാലകരുമില്ല. 2 കാറും ബൈക്കും ഇടിച്ചു തകർന്നത് കഴിഞ്ഞ ദിവസം റോഡിന് വീതി കൂട്ടാതെ മണ്ണും കല്ലുകളും മാത്രമായിട്ട് തീർന്ന അരൂർ പള്ളിയുടെ മുൻപിലെ ബസ് സ്റ്റോപ്പിൽ ഒരു KSRTC ആലുവ ബസ്, അതിനെ മറികടന്ന അമൃത ഫാസ്റ്റ് ബസ്, അതിനിടയിൽ ഞെരിഞ്ഞമർന്നത് ഒരു ബൈക്ക്. പത്രങ്ങളിലും മീഡിയകളിലും ഫോട്ടോകളും വാർത്തകളും വന്നു. ഒരു 60ഓളം വയസ്സുള്ള അമ്മച്ചിയും കുടമകനും. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ചെറിയ പരിക്കുകളോട് രക്ഷപ്പെട്ടു. പക്ഷെ ബൈക്ക് തകർന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഡെമോക്ലസിന്റെ വാള് പോലെ അപകടം മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. ഭയത്തോടെയാണ് ജനം മുന്നോട്ട് പോകുന്നത്. 2026 ഫെബ്രുവരിയിൽ വാഹനങ്ങൾ ഓടിക്കുമെന്ന് വാഗ്ദാനം ഇപ്പോഴും പാഴ്വാക്കായി തുടരുന്നു. അവരുടെ വർക്കുകൾ ഈ നിലയ്ക്ക് പോയ ഇനിയും 2 വർഷങ്ങൾ എടുക്കുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ജോലിക്കാർ താമസിച്ചിരുന്ന വലിയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചെടുക്കുന്ന കണ്ടായിരുന്നു. ഒത്തിരി ചെറിയ ചെറിയ വീടുകളായിരുന്നു. ആ കോമ്പൗണ്ടിലെല്ലാം അതെല്ലാം കട്ടയും പടവും മടക്കി. 90% വർക്കേഴ്സും മടങ്ങിക്കാണും. ഈ 10% ഇവരായിരിക്കും ഇനി പണി തീർക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. 110 KVA ടവർ ക്രോസിംഗ് താൽക്കാലിക ടവർ പണി തുടങ്ങി. ഇനി അത് കഴിഞ്ഞ് പണി തീർക്കുന്ന പ്രതീക്ഷിക്കാം. എന്തോ ഒരുപക്ഷെ തീരുമായിരിക്കാം. എങ്ങനെയാകുമെന്ന് ദൈവത്തിനറിയാം. 100ലധികം പേരുടെ ജീവനുകൾ മുകളിലൂടെയാണ് ഈ എലിവേറ്റഡ് ഹൈവേ പോകുന്നത്. ബ്ലോക്കും റോഡിന്റെ ശോചനീയാവസ്ഥകളാലും ഇന്ധനവും സ്പെയർ പാർട്ടുകളും മെയിൻ്റനൻസുകളും കാരണം കോടികളാണ് മലയാളികളുടെ നഷ്ടമായത്. 13.31 കിലോമീറ്ററോളം ദീർഘിപ്പിച്ച എലിവേറ്റഡ് ഹൈവേ 1668.5 കോടി രൂപ, അതായത് പിന്നീട് 2200 കോടിയായി. നമ്മുടെ നഷ്ടങ്ങളും കൂടി കൂട്ടുമ്പോൾ ഒരുപക്ഷെ ഇരട്ടിയാവും. ഓരോ പുരോഗമനത്തിനും പരിഷ്കാരങ്ങൾക്കും നമ്മൾ ജീവനും ജീവിതവും, അതായത് മാനവശേഷിയും സാമ്പത്തികമായും സ്ഥലങ്ങളും സ്വത്തുകളുമായി പലതും നഷ്ടമാകുകയും എല്ലാം നാടിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്കായി ബലി കഴിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. നാളേക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ ക്ഷേമത്തിനായി, മോഡേണൈസേഷന് വേണ്ടി, ആധുനിക സൗകര്യങ്ങൾക്കായി. അതവിടെ നിൽക്കട്ടെ. അതിനായി പാവങ്ങളായി നമ്മുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരണോ? ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം പോലെ
ബ്ലോക്ക് ഒഴിവാക്കാനുള്ള നടപടികളോ പരിഹാരമോ ഒന്നും കാണുന്നില്ല. ചോര വലിച്ചു കുടിക്കല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റമാണോ ഈ ഹെൽമെറ്റ്? അതെന്തിനാ? പൗരന്റെ സുരക്ഷയ്ക്കല്ലേ? അത് അവർ നോക്കട്ടെ. അവരുടെ പോക്കറ്റ് അടിക്കണോ? സാധാരണക്കാരനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മളുടെ ഈ ഹെൽമറ്റ് വേട്ട. അവരുടെ അധ്വാനത്തിൽ നിന്ന് പിടിച്ചു പറിക്കണോ? എത്രയോ കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നു. അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ചത്താലും കൊന്നാലും തകർന്നാലും പിടിച്ചു പറിച്ചാലും ഒന്നും പ്രശ്നമല്ല. നമ്മൾക്കും കിട്ടണം പണം എന്ന ചിന്താഗതിയാണ്. എന്റെ 500 രൂപ പോയതിലല്ല, ഇതുപോലെ എത്ര പാവങ്ങളുടെ രൂപയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഹെൽമെറ്റ് നിയമം. തമിഴ്നാട്ടില് ഹെൽമെറ്റ് നിർബന്ധമില്ല. തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഒന്നും ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റിന്റെ നിർബന്ധമില്ല. ഞങ്ങള് കഴിഞ്ഞിടയ്ക്ക് പോണ്ടിച്ചേരിയിൽ പോയപ്പോ അവിടെ ഹെൽമെറ്റ് ഇല്ലെന്ന് മാത്രമല്ല 2ഉം 3ഉം പേരാണ് ഒരു 2 വീലറിൽ പോകുന്നത്. അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. അതും ചെറിയ പോക്കറ്റ് റോഡിലൊന്നുമല്ല, സിറ്റിയിലൂടെയാണ് അവരുടെ യാത്ര. ഇനി എന്തിനു പറയണം നമ്മുടെ കേരളത്തിൽ തന്നെ ഈരാറ്റുപേട്ടയില്. ഇനി കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തില് ഹെൽമെറ്റ് നിർബന്ധമാണെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെയും 2 നിയമങ്ങളോ? ഇവിടെ തന്നെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരു കുട്ടി വന്നിരുന്നു, മോളുടെ ഫ്രണ്ട്. അപ്പൊ ആ കുട്ടി ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഹെൽമെറ്റ് വെക്കാതെ അല്ലെ ഹെൽമെറ്റിന്റെ ഇല്ലാതെ നിന്നതിന് ഇങ്ങനെ ഫോട്ടോ എടുത്തു ചലാൻ വന്നു എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഇവിടെ ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ ഇടുന്നുണ്ടോ എന്ന്. ഞങ്ങളുടെ അവിടെയൊന്നും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല. ഹെൽമെറ്റ് ഇല്ലെന്ന് മാത്രമല്ല അവിടെയും ഇതുപോലെ 2ഉം 3ഉം പേരാണ് 2 വീലറിൽ. 2 പേർ സാധാരണ, ആ 3 പേരൊക്കെ ഇരുന്ന് പോയാലും ആരും ഒന്നും ചോദിക്കാനില്ല. പോലീസിന്റെ മുൻപിൽ കൂടി തന്നെയാണ് അവർ പോകുന്നത്. പോലീസുകാരുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അവർ പോലീസുകാരെ കോമാളിത്തരം കാണിച്ചിട്ടാണ് അത്രേ പോകുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മലപ്പുറത്തോ? എന്റെ ഹസ്ബൻഡ് മാനുവൽ ടി തോമസ് മലപ്പുറത്ത് കുറച്ചു നാൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നത് പുള്ളിക്കാരൻ മാത്രമായിരുന്നു. പിന്നെ ഏതാനും ചിലർ ഉപയോഗിക്കാം. അവിടെയും നിയമങ്ങളില്ല. അപ്പോ എന്താണ് ഈ ഹെൽമെറ്റ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലയിടങ്ങളിൽ പല നിയമങ്ങളാണ്. എവിടെ അത് നടക്കാൻ പറ്റും അവിടെ അത് നടത്തും. കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റം കൊലപാതകമോ പിടിച്ചുപറിയോ തീവ്രവാദമോ പീഡനങ്ങളോ ഒന്നുമല്ല, ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതാണ്. ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവൻ കുറ്റക്കാരൻ. അവന് പിഴ വരും. അടുത്ത സെക്കൻഡിൽ ഫോട്ടോയും പിഴയും വരും. എന്നാൽ തീവ്രവാദവും പിടിച്ചുപറിയും പീഡനങ്ങളുമായി നടക്കുന്ന ഏതൊരുത്തനും ഏത് റോഡിലൂടെയും കയ്യും വീശി ഏത് പകലും രാത്രിയും അവന് സ്വാതന്ത്ര്യത്തോടെ നടക്കാം. അവരുടെ സ്വതന്ത്ര കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി പോലും കേരളത്തില് മാസങ്ങളോളം താമസിച്ചു. കാര്യം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹെൽമെറ്റ് വെക്കുന്നവന് എന്തും ചെയ്യാം. എന്നാൽ ഹെൽമെറ്റ് വെക്കാതെയോ അതല്ല ഇനി ഹെൽമെറ്റ് അത്യാവശ്യത്തിനൊന്ന് എടുത്തു മാറ്റുകയോ ചെയ്താൽ ആ നിമിഷം അവന് ചലാൻ വരും, ഫോട്ടോ വരും, ഫോട്ടോ സഹിതം. ഈ ഹെൽമെറ്റ് വേട്ട നമ്മളോട് അല്ലെങ്കിൽ സാധാരണക്കാരനോട് അല്ലെങ്കിൽ കേരളത്തിലെ പൗരന്മാരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സ്നേഹമോ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അവന്റെ പൗരാവകാശമോ അവന്റെ സുരക്ഷിതത്വത്തിലുള്ള ഉത്കണ്ഠയോ ഒന്നുമല്ല. പിടിച്ചു പറിക്കുക, അവന്റെ പോക്കറ്റിലെ പൈസ, അത് മാത്രമാണ് ലക്ഷ്യം. ഹെൽമെറ്റ് വേട്ടയെക്കുറിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.